ഹായ് ഹലോ, എനിക്കിന്ന് പറയാനുള്ള ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിൽക്കട്ടെ, ഞാൻ ഒരു കാര്യം പറയാവേ. ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ഫീൽഡിലേക്ക് നല്ലൊരു 4 years ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ടൈമിലൊക്കെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചായിരുന്നു ഞാൻ കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓവനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഒരു ഒരു ഓവൻ ഒരാൾ ഗിഫ്റ്റായിട്ട് തന്നു. അത് കഴിഞ്ഞ് ആ ഓവനിലായിരുന്നു എൻ്റെ തുടക്കങ്ങൾ മുഴുവൻ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ ഓവനിനകത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇച്ചിരി വലിയ ഓവൻ വേണമെന്ന് ടൈം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞു സമ്പാദ്യത്തിനകത്ത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഞാനൊരു ഓവൻ വാങ്ങിച്ചു. ഒരു 63 ലിറ്ററിൻ്റെ ഒരു ഓവൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഞാൻ എൻ്റെ സേവിങ്സിനകത്തു നിന്ന് ഓരോന്ന് മാറ്റി വെച്ച് ഓരോ കാര്യങ്ങൾ മേടിക്കുകയും എടുക്കുകയും. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ചോദിച്ചാൽ, ഞാൻ വട്ടപൂജയായിരുന്ന സമയത്തേ ആ ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരാണ് എനിക്ക് ഭയങ്കര ബലമായിരുന്നു. കാരണം അവരുടെ ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും അവരുടെ മക്കളുടെ ആണെങ്കിലും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിക്കുകയും എടുക്കുകയും. പിന്നെ ഫ്ലോറൽ പാലസ് അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യും. പിന്നെ കടുത്തുരുത്തി, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് കേക്ക് വാങ്ങിക്കും, അവിടെ സേഫായിട്ട് കേക്ക് എത്തിക്കും. അങ്ങനെയായിരുന്നു. അപ്പോൾ കട്ട സപ്പോർട്ടാണെന്ന് എൻ്റെ കൂട്ടത്തിൽ പഠിച്ച കുറേ പിള്ളേരുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തേ. ഞാനിപ്പോൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സുണ്ട്, എൻ്റെ നാട്ടുകാർ. അതിലുപരി എൻ്റെ നാട്ടുകാർ ഒട്ടുമിക്കവരും എൻ്റെ നാട്ടുകാർ കേക്ക് വാങ്ങിക്കുകയും എടുക്കുകയും ഒക്കെ. അപ്പോൾ എല്ലാവരോടുമുള്ള നന്ദി എന്നോടൊപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഓരോ കേക്ക് ചെയ്യുമ്പോഴും ആ കേക്ക് കഴിച്ചിട്ട് കസ്റ്റമർ നമ്മളെ വിളിച്ച് പറയുമ്പോഴാണ് ആ ഒരു കേക്കിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ എത്തുന്നത്. അതുവരെ നമ്മൾ കേക്ക് ചെയ്തു അത്രേ ഉള്ളൂ. അതായത് ഒരാൾ വിളിച്ച് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം നമ്മൾ പൂർണ്ണമായിട്ടുള്ളൊരു ഒരു ഒരു പൂർണ്ണതയിലാവും നമ്മൾ അപ്പോഴത്തേക്ക്. അതുപോലെ ഇത് ബാക്കിലോട്ടുള്ള ഓർഡറാണ്. നമ്മളാണ് അവരുടെ വർഷങ്ങളായിട്ട് അവരുടെ കേക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.